ടോക്സിക് ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് കുക്ക്വേഴ്സ് ആണ് നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമസ്കാരം, മാന്നാർ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് കാസ്റ്റ് ആൻഡ് കുക്ക്വേഴ്സിനെ പറ്റിയാണ്. നമുക്ക് ആദ്യം മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് ആയിട്ടുള്ള ദോശക്കല്ലൊക്കെ പരിചയപ്പെടാം. ഇതൊരു ഡബിൾ ഹാൻഡിൽ ദോശക്കല്ലാണ്. ഇത് വളരെയധികം കൂടുതൽ സാധാരണക്കാട്ടും കൂടുതൽ സ്മൂത്തൊക്കെ ഉള്ളൊരു ദോശക്കല്ലാണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻഡക്ഷനിലും ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെയുള്ളതാണ് ഇതൊരു സിംഗിൾ ഹാൻഡിലായിട്ടുള്ളതാണ്. ആ സെയിം തന്നെ മോഡൽ ഒരു സിംഗിൾ ഹാൻഡിൽ വരുന്നതാണ്. ഇത് രണ്ടും 12 ഇഞ്ച് ഡയമീറ്ററൊക്കെ വരുന്നതാണ്. ഇത് ഒരു 9 ഇഞ്ച് മുതൽ ഒരു 20 ഇഞ്ച് ഡയമീറ്ററൊക്കെ വരെ അവൈലബിൾ ആണ്. നമുക്ക് പറാട്ടയാണെങ്കിലും ദോശയാണെങ്കിലും ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് 9 ഇഞ്ച് മുതൽ ഈ മോഡൽ ഏകദേശം 20 ഇഞ്ച് വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വലിയ മസാല ദോശയോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നെയ് റോസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നോർമലി ഉള്ള കടായിയാണിത്. 8 ഇഞ്ച് മുതൽ ഒരു 14 ഇഞ്ച് ഡയമീറ്റർ വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ചെറിയ പപ്പടം കാച്ചാനൊക്കെ ആണെങ്കിൽ ചെറിയ 8 ഇഞ്ചൊക്കെ യൂസ് ചെയ്താൽ മതി. അതെല്ലാം നമുക്ക് വലിയ കറികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 14 ഇഞ്ച് ഡയമീറ്റർ ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ ഇത്രയും കൂടെ സ്മൂത്തായിട്ടുള്ളൊരു കടായിയാണിത്. ഇത് നമുക്ക് മറ്റേതാണ് ഒരു റൗണ്ട് ഹാൻഡിലാണെങ്കിൽ ഇതൊരു സ്ക്വയർ ഹാൻഡിലൊക്കെ വന്ന് ഇത്രയും കൂടി സ്മൂത്താണ്. ഏകദേശം 2 സൈസായിട്ടാണ് വരുന്നത്. ഒരു 9 ഇഞ്ച് ഡയമീറ്ററും ഒരു 11 ഇഞ്ച് ഡയമീറ്ററും ഒക്കെ. തവാപ്പാനാണ്. നമുക്ക് ചെറിയ ദോശ ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ പറാട്ടയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് പനിയാരം പാൻ നമുക്ക് 7 കുഴി, 9 കുഴി, 12 കുഴി അങ്ങനെ പല സൈസായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് സ്കില്ലറ്റുകളുണ്ട്. ആ സ്കില്ലറ്റ് ഇപ്പം ഇത് ഡബിൾ ഹാൻഡിൽ സ്കില്ലറ്റാണ്. 2 ഹാൻഡിലൊക്കെ ഉണ്ട്. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനോ ചെറിയ കറികളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നമുക്ക് ഓവനിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇൻഡക്ഷൻ സ്റ്റൗവിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇതൊരു മിനി സ്കില്ലറ്റാണ്. നമുക്കൊരു ബാച്ചിലേഴ്സിനൊക്കെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും ഇല്ലെങ്കിൽ ചെറിയൊരു ഫിഷ് ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ ചെറിയൊരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ കാര്യങ്ങളൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ സ്കില്ലറ്റ് വരുമ്പോഴത്തേക്ക് ഇത്രയും കൂടെ ഒരു 10 ഇഞ്ച് ഡയമീറ്ററൊക്കെ ഉള്ള സ്കില്ലറ്റാണ്. നമുക്കിതുപോലെ തന്നെ ഫിഷൊക്കെ നമുക്ക് പൊരിക്കാനും ഇല്ലെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ പൊരിക്കാനും ബീഫൊക്കെ ഉണ്ടാക്കാനും ചെറിയ കറികളോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. തട്ട്ക പാനാണ്. തട്ട്ക പാൻ ഇത് വരുമ്പോൾ നമുക്കൊരു ചെറിയ കറിയൊക്കെ താളിക്കാനോ ഇല്ലെങ്കിൽ ഒരു ചെറിയ കറിയൊക്കെ ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ കറിക്കൊക്കെ താളിക്കാനോ കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പച്ചട്ടിയാണ്. നല്ല ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള അപ്പച്ചട്ടിയാണിത്. ഇത് നല്ല സ്മൂത്തായിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാസ്റ്റേണിൻ്റെ തന്നെ ഒരു മൂടിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് നല്ല പാലപ്പമൊക്കെ സ്റ്റിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഇത് ഗ്രിൽ പാനാണ്. 2 ഹാൻഡിലൊക്കെ ഉള്ള ഗ്രില്ല് ചെയ്യാൻ പറ്റും നല്ലതായിട്ടുള്ളൊരു പാനാണിത്. ഇത് ഗ്രിഡിൽ പാനാണ്. ഫിഷ് ആണെങ്കിലും ഇല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന നല്ല പാനാണിത്. ഇത് ഡച്ച് ഓവനാണ്. ഇതൊരു 3 ലിറ്ററിലും 5 ലിറ്ററിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഹെവി ആയിട്ടുള്ളതാണ്. ഫ്രൈ പാൻ വരുന്നത്. അത് ഫ്രൈ പാൻ വരുമ്പോഴത്തേക്ക് 2 ഹാൻഡിലൊക്കെ ഉള്ളൊരു ഫ്രൈ പാൻ. നമുക്ക് ഇതുപോലെ തന്നെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനും കാര്യങ്ങൾക്കും ചെറിയ ഓംലെറ്റൊക്കെ ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 8 ഇഞ്ച്, 10, 12 ഇഞ്ച് അങ്ങനെ പല സൈസിലായിട്ട് ഇത് അവൈലബിൾ ആണ്. പുതിയതായിട്ടൊരു കാസ്റ്റ് ആൻഡ് കുക്ക്വെയർ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. നമ്മൾ പുതിയതായിട്ടൊരു കാസ്റ്റ് ആൻഡ് കുക്ക്വെയർ വാങ്ങിക്കും, നമ്മൾ ആദ്യം നോക്കണം എന്ത് വലിപ്പം വേണമെന്ന്. അതായത് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കണം. ഇപ്പോൾ 5 പേർക്ക് ഉണ്ടാക്കുന്ന കറിയല്ല നമുക്ക് 2 പേർക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ള പാത്രം വേണ്ടത്. അപ്പോൾ എന്ത് വലിപ്പം വേണം എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇപ്പോൾ ചീനച്ചട്ടിയൊക്കെ ആണെങ്കിൽ തന്നെ 8 ഇഞ്ച് മുതൽ ഏകദേശം 14 ഇഞ്ച് വരെയുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ പപ്പടം കാച്ചാനൊക്കെ ആണെങ്കിൽ ഒരു 8 ഇഞ്ച് മതി. അല്ല ഒരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ 2 പേർക്കുള്ള കറിയാണെങ്കിൽ 8 ഇഞ്ചൊക്കെ മതി. അല്ല ഇനി ഒരു 4 പേർക്ക് ഇല്ലെങ്കിൽ 5 പേർക്കാണെങ്കിൽ ഒരു 12 ഇഞ്ചൊക്കെ വേണം. അപ്പോൾ എന്ത് വലിപ്പമാണ് എന്ന് ആദ്യം നിങ്ങൾ നോക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഏത് സൈസ് വേണമെന്ന് ഉറപ്പിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ മസാല ദോശ, നിങ്ങൾക്ക് ഒരു വലിയൊരു മസാല ദോശ ഉണ്ടാക്കണം, അതിനുവേണ്ടിയാണ് നിങ്ങളൊരു കാസ്റ്റ് അയണിൻ്റെ ദോശക്കല്ല് വാങ്ങുന്നതെങ്കിൽ ഏകദേശം ഒരു 15 ഇഞ്ച് ഡയമീറ്റർ ഉള്ളതോ ഇല്ലെങ്കിൽ ഒരു 20 ഇഞ്ച് ഡയമീറ്ററൊക്കെ ഉള്ള ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു ദോശക്കല്ല് വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരാൾ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ 2 ആൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതുപോലെ സ്കില്ലറ്റൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ ഫിഷ് പൊരിക്കാനൊക്കെ 1-2 പീസ് പൊരിക്കാനാണെങ്കിൽ നിങ്ങൾ ആ 10 ഇഞ്ചിൻ്റെ വലുത് വാങ്ങേണ്ട. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പറ്റി ഇതുപോലുള്ള ചെറിയ മിനി സ്കില്ലറ്റൊക്കെ യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ചിലപ്പോൾ കുക്ക് ചെയ്യുന്ന ചിലവരൊക്കെ സ്റ്റൗവിലായിരിക്കും, ചിലവരൊക്കെ ഇൻഡക്ഷൻ ആയിരിക്കും, ചിലവരൊക്കെ ഓവൻ ആയിരിക്കും, ചിലരുടെ വീട്ടിൽ സ്റ്റൗവേ കാണത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ചില മോഡൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പം ഇതുപോലത്തെ ഇതൊക്കെ റൗണ്ടാണ് ബേസ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കടായി ഒന്നും നമുക്ക് ഈ പറയുന്ന ഇൻഡക്ഷൻ സ്റ്റൗവിലോ ഇല്ലെങ്കിൽ ഓവനിലോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലാറ്റായിട്ടുള്ള ബേസുകളൊക്കെ ഉള്ളതാണ് നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ ദോശക്കല്ലിൻ്റെ ഈ ഫ്ലാറ്റായിട്ട് അല്ലെങ്കിൽ ഈ സ്കില്ലറ്റിൻ്റെയൊക്കെ ഫ്ലാറ്റായിട്ടുള്ള ബേസ് ഉള്ളത് മാത്രമേ നമുക്ക്
നമുക്ക് ഓവനിലോ ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗവിലോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. നമ്മളൊരു പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിരിക്കുന്ന ഏതാണോ കുക്ക് ചെയ്യുന്ന രീതി അത് നോക്കണം. ഇല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ സ്റ്റൗ അല്ല ഇൻഡക്ഷനാണ്, അപ്പോൾ ഇൻഡക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കാസ്റ്റ് അയൺ പാത്രങ്ങളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് വല്ലതും സെർവ് ചെയ്ത് മാറ്റേണ്ടതാണ്. കാരണം കാസ്റ്റ് അയൺ പാത്രത്തിൽ കുറേ നേരം നമ്മളിത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അരുചിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ടേസ്റ്റോ കളറോ ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ഉടൻ തന്നെ നമ്മളെടുത്ത് വെള്ളത്തിലോട്ടിട്ട് ഉടൻ തന്നെ കഴുകുകയൊന്നും ചെയ്യരുത്. നമുക്ക് ആ റൂം ടെമ്പറേച്ചർ ആകുന്ന വരെ അത് കൂളി ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അത് വാഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് കാസ്റ്റ് ചെയ്തതായതുകൊണ്ട് പൊട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മെറ്റൽ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ഹാർഷായിട്ടൊന്നും യൂസ് ചെയ്യില്ല, സോഫ്റ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ മെറ്റൽ സ്പൂൺസ് ഇല്ലെങ്കിൽ മെറ്റൽ തവി ചട്ടുകമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഹാർഷായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. വുഡൻ സ്പൂൺസും ഇതുപോലുള്ള ചട്ടുകമൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതല്ല നിങ്ങൾ മെറ്റലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സ്റ്റീൽ കൊണ്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു വളരെ ഹാർഷൊന്നും ഇല്ലാത്ത രീതി ലൈറ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. വാഷ് ചെയ്യുമ്പോഴത്തേക്ക് വാഷ് ചെയ്ത് ഉടൻ തന്നെ നല്ല രീതിയിലൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത് ഒന്ന് തുണിയൊക്കെ ഇട്ട് തുടച്ചിട്ട് ഒന്ന് കുറച്ച് ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ഒരു എണ്ണ തേച്ച് വെക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് ഇത് നിൽക്കുന്നതാണ്. പുതിയതായിട്ട് ഒരു കാസ്റ്റ് അയൺ കുക്ക്വെയർസ് നമുക്ക് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് സീസൺ ചെയ്ത്? മാന്നാർ ക്രാഫ്റ്റിൻ്റെ നോർമലി എല്ലാ കുക്ക്വെയറും സീസൺഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഒന്നും കൂടെ സീസൺ ചെയ്യണം. അതല്ല മാന്നാർ ക്രാഫ്റ്റിനാണെങ്കിൽ നിങ്ങൾ വേറെ അൺസീസൺഡ് ആയിട്ടുള്ള ഏതെങ്കിലും കുക്ക്വെയർ ആണ് വാങ്ങിയിരിക്കുന്നത്, അതെങ്ങനെ സീസൺ ചെയ്യണം നമുക്ക് നോക്കാം. നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ട് ഇഷ്ടംപോലെ മെത്തേഡുണ്ട്. അത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടല്ലോ, ചോറ് ഊറ്റി കഴിയുമ്പോൾ ഉള്ള കഞ്ഞിവെള്ളം. ആ കഞ്ഞിവെള്ളം വേണമെങ്കിൽ ഒരു 2 ദിവസമൊക്കെ മുക്കി വെക്കുക. അതിനുശേഷം ഒരു നല്ല രീതിയിൽ ഒന്ന് തേച്ച് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റൗവിലേക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഒന്ന് ചൂടാക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി. എന്നിട്ട് ഒരു എണ്ണയൊക്കെ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് വല്ലതും ഇത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കുക. അത് എന്നിട്ട് ഫുള്ളി കൂൾ ഓഫ്, എന്നിട്ട് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഫുള്ളി കൂൾ ഓഫ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുക. 2-3 വട്ടം ഈ സ്റ്റെപ്പ് തന്നെ ഒന്ന് ചെയ്താൽ തന്നെ സീസണിൽ ഇത്തിരി കൂടെ ബെറ്ററായിട്ട് സീസൺ ആയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും, നമുക്ക് ഈ തേങ്ങയൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരെണ്ണം വാങ്ങി അത് നല്ലോണം വാഷൊക്കെ ചെയ്തിട്ട് തേങ്ങ വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തേങ്ങയ്ക്കകത്തൊരു എണ്ണയുണ്ടല്ലോ, ആ എണ്ണ ഇതിലേക്ക് ഇറങ്ങുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒന്നും കൂടെ കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഈ പറയുന്ന എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് 2-3 വട്ടം ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓവനൊക്കെ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പുതിയൊരു കാസ്റ്റ് അയൺ നമുക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിലൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റൗവിൽ വെച്ച് ചെറിയായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് ഓവനിലൊരു 180 ഇല്ലെങ്കിൽ ഒരു 200 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഫുള്ളി കൂളായിക്കോട്ടെ. ആ കൂളായ സാധനം പിന്നെ നമുക്ക് എടുത്ത് വേണമെങ്കിൽ ഒന്ന് എണ്ണയൊക്കെ തേച്ച് വെച്ച് ഇങ്ങനെ സീസൺ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ ട്രഡീഷണലായിട്ട് ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്, പലരും പല രീതി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് നോർമലി കണ്ടുവരുന്ന രീതിയാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ മെത്തേഡ്സ് അറിയാമായിരിക്കും, അപ്പോൾ ആ രീതിയിൽ ചെയ്തു പോകാവുന്നതാണ്. കാസ്റ്റ് അയൺ കുക്ക്വെയർസ് എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ളതോ ഇല്ലെങ്കിൽ വെള്ളമൊക്കെ കണ്ടൻ്റ് ഉള്ള സ്ഥലങ്ങളിലോ ഒന്നും ഒരിക്കലും വെക്കരുത്, കാരണം തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെക്കാൻ പാടില്ല. കാസ്റ്റ് അയൺ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇതുപോലൊക്കെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെക്കാൻ പാടില്ല. എന്തെങ്കിലും അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു തുണിയോ ഇല്ലെങ്കിൽ ഒരു പേപ്പറോ ഒക്കെ ഇട്ടിട്ട് വെക്കുക. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഉള്ള ആ ഭാഗത്തും ഇതുപോലെ തുരുമ്പൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഹാങ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ഹാങ് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതുപോലെ വല്ലതും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കൊളുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ കാസ്റ്റ് അയൺ ആയിട്ടുള്ള കുക്ക്വെയറിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ കാസ്റ്റ് അയൺ കുക്കർ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, അതൊരു ഹെൽത്തി ആയിട്ടുള്ള കുക്ക്വെയർ ആണ്. നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കിട്ടുന്നതാണ്. നമുക്ക് നോർമലി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുവാണെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് വരെ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കുക്ക്വെയർ ആണിത്. കാസ്റ്റ് അയൺ കുക്ക്വെയറിൻ്റെ നമുക്ക് കുറേ അഡ്വാൻറ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾ കേട്ടു. ഇപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈക്കും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. അതുപോലുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാസ്റ്റ് അയൺ കുക്ക്വെയർസ്. പക്ഷേ നമുക്ക് ഇതിന് കാസ്റ്റ് അയൺ കുക്ക്വെയർസിന് കുറേ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ കാസ്റ്റ് അയൺ കുക്ക്വെയർസ് നോർമലുള്ള കുക്ക്വെയറിനെക്കാട്ടി ഹെവിയാണ്. നിങ്ങൾക്ക് നോർമൽ ഇപ്പോൾ സ്റ്റീലോ അലൂമിനിയോ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ പോലെയുള്ള
ഈസി ആയിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വർഷങ്ങളോളം ഇത് കാസ്റ്റ് ആൻഡ് കുക്ക്വെയർസ് നിൽക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പം ഒരു നോൺ സ്റ്റിക്ക് കുക്കർ ഒക്കെ വാങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ അലൂമിനിയം ഇല്ലെങ്കിൽ സ്റ്റീലൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മാറ്റണം. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പലപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്, മാർക്കറ്റ് ഇതിനെക്കാട്ടി ചീപ്പായിട്ടുള്ള കുക്ക്വെയർ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാസ്റ്റ് അയൺ ഒക്കെ നിങ്ങളുടെ നിന്ന് വാങ്ങുന്നത്, ഇല്ലെങ്കിൽ കാസ്റ്റ് അയൺ തന്നെ ഇത്തിരിയും കൂടെ ചീപ്പായിട്ടുള്ളത് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നോൺ സ്റ്റിക്കോ ഇല്ലെങ്കിൽ അലൂമിനിയോ സ്റ്റീലൊക്കെ വെച്ചാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ് നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അത് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു 2-3 വർഷം കഴിയുമ്പോൾ അത് മാറ്റി അടുത്തത് വാങ്ങേണ്ടി വരും. പക്ഷേ ഇതൊരു നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ എത്ര വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാസ്റ്റ് അയൺ തന്നെ ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മളെയൊക്കെ യൂസ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അയണൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതല്ല സാധാരണ വെറും ഇരുമ്പ്, ലോക്കലായിട്ടുള്ള ഇരുമ്പ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയലും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടും ഉണ്ടാകുന്നത് മാർക്കറ്റ് അവൈലബിൾ. അതിനാണ് ഭയങ്കര ചീപ്പായിട്ടും കാര്യങ്ങൾ 10, 100, 200 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഈ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് ലോക്കലായിട്ട്. അത് പക്ഷേ നിങ്ങളിപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കിയാണ് ഇത് വാങ്ങുന്നതെങ്കിൽ അതിനേക്കാട്ട് വലിയ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ നിന്ന് മാത്രമേ കാസ്റ്റ് അയൺ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിലോ ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് www.mannarcraft.com, ഇല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സ്റ്റോർ മാന്നാറിലുണ്ട്, അവിടെ വരാവുന്നതാണ്. ഇല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.